തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ വ്യാഴം. മോണ്ടി തേഷ്ടെ നമ്മുടെ ജീവിതത്തിൽ കൂടെയിരിക്കാൻ ഇറങ്ങി വന്ന ഒരു ദിവ്യകാരുണ്യനാഥനെ നാം കണ്ടുമുട്ടുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, എല്ലാ വ്യാഴാഴ്ചയും പോലെ ഒരു വ്യാഴാഴ്ച, പക്ഷേ ആ വ്യാഴാഴ്ചയെ ശ്രദ്ധേയമാക്കുന്നത് ഈശോ സഖിയോൻ ഊട്ടുശാലയിൽ ശിഷ്യരോടൊപ്പം ഇരുന്നപ്പോൾ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തത് ഒരു വ്യാഴാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ചയ്ക്ക് ഏറെ പ്രത്യേകതയുള്ളത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കും. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഈശോ ഇപ്രകാരം ചെയ്തത് അസാധാരണ സംഭവങ്ങളൊന്നും ചെയ്യുമ്പോഴല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഒരു സാധാരണ സംഭവം, അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിൽ നിന്ന് ഒരപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും ചെയ്ത ഈ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഇന്നേ ദിവസം ഈ വചനം നാം വായിക്കുമ്പോൾ എൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന, കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ച എൻ്റെ ഈശോയെക്കുറിച്ച് ഞാൻ ഓർക്കേണ്ട ഒരു ദിവസമാണ്. അങ്ങനെയെങ്കിൽ ഈശോ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ അപ്പം എടുത്ത ശിഷ്യർക്ക് കൊടുത്തതും ഇപ്രകാരം അരുളി ചെയ്തതുമെല്ലാം, വിശുദ്ധ കുർബാന സ്ഥാപിച്ചതുമെല്ലാം. എങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്രകാരമാണ് വചനം എഴുതിയിരിക്കുക. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അപ്പം വർദ്ധിപ്പിച്ച ശേഷം ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചു വെച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കാനായിട്ട് കൈകൾ കൂട്ടിപ്പിടിക്കുമ്പോൾ സ്വർഗത്തോട് അവന് ചോദിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്, ദൈവമേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. എനിക്കും നിങ്ങൾക്കും അറിയാം, ഈ അപ്പം അത് ദിവ്യകാരുണ്യ അപ്പമാണ്. ഈ ദിവ്യകാരുണ്യ അപ്പം എനിക്ക് എപ്പോഴും തരണമേ എന്നുള്ള പ്രാർത്ഥനയിൽ കവിഞ്ഞ് മറ്റൊരു പ്രാർത്ഥന നമുക്ക് വേണ്ട. സ്വർഗം പ്രസാദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. അതായത് ഞാനെന്ന വ്യക്തി ഈശോയെ എനിക്ക് വേണം എന്ന് പറയുന്ന അവസ്ഥയാണ്. എനിക്ക് ഈശോയെ വേണമെന്ന് ഒരു മനുഷ്യൻ ചോദിക്കുന്നതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കാണും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം. സുവിശേഷമെന്ന് എല്ലാ ദൈവശാസ്ത്രയും വിശേഷിപ്പിക്കുന്ന വചനഭാഗം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സുവിശേഷം മൊത്തം സംഗ്രഹിച്ച് വെച്ചിരിക്കുന്ന യോഹന്നാൻ 3:16 അതിൻ്റെ അർത്ഥപ്രാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ജീവിതത്തിലുള്ളൊരു പ്രകടനമാണ് ഒരു മനുഷ്യ വ്യക്തി പിതാവേ, എനിക്ക് ഈശോയെ എപ്പോഴും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നിന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും എടുപ്പിലും ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അവൻ ഈ പെസഹ വ്യാഴം അവൻ്റെ ജീവിതത്തിൽ എന്നും അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കുർബാന കൊണ്ടും ഒരു വലിയ ആഴ്ച കൊണ്ടും ഒരു പെസഹ വ്യാഴം ആചരണം കൊണ്ടും ഇതെല്ലാം തീർന്നു പോകും. അതല്ല,
ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ അനന്തമായ മഹിമയും തേജസ്സും അതിൻ്റെ ആന്തരഫലങ്ങളും അതിൻ്റെ വലിയ കൃപകളും ഞാനും നിങ്ങളും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ശിഷ്യർ 6:33 യോഹന്നാൻ 6:33 പ്രാർത്ഥിച്ചത്. കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ദിവ്യകാരുണ്യനാഥൻ കൂടെ ഇരുന്നതിൻ്റെ ഓർമ്മയാണ്, കൂടെ ഇരിക്കാൻ ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന സ്ഥാപനമെന്ന് നമുക്കറിയാം. പെസഹ വ്യാഴാഴ്ച സെഹിയോൻ ശാലയിൽ ശിശുരും ഒത്തിരിക്കുമ്പോഴാണ് ഈശോ ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതിൻ്റെ സ്ഥാപന വാക്യങ്ങൾ എന്നുമെന്നും നമ്മൾ കുർബാനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും വിശുദ്ധ ബലിപീഠത്തിലേക്ക് താണിറങ്ങി വരുന്ന ഒരു ഈശോ. ആ ബലിപീഠത്തിലേക്ക് താണിറങ്ങി വന്ന പിറ്റേ ദിവസം കാൽവരി കുരിശിൻ്റെ മാറിൽ കൈകൾ വിരിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച ആ തമ്പുരാൻ ഇന്ന് ഓരോ അൾത്താരയിലും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിലേക്ക്, ആ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും അവൻ അതേപടി ഇറങ്ങി വരുന്ന മഹാരഹസ്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കണമെങ്കിൽ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈശോയെ, ഈ അപ്പം എനിക്ക് എപ്പോഴും തരണമേ. കുർബാനയുടെ സമയത്ത് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈ അപ്പം എനിക്ക് എപ്പോഴും തരണമേ. കാരണം ഈശോ കുർബാന സ്ഥാപിച്ചത് കുർബാന സ്ഥാപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ല. അവർ അനുദിന ജീവിത സാഹചര്യത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിനചര്യയുടെ ഭാഗത്താണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അങ്ങനെയെങ്കിൽ ദേവാലയത്തിൽ പോയി കൈകൾ കൂട്ടി വിശുദ്ധ കുർബാന കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ കുർബാന സ്വീകരണത്തിന് ഞാൻ നിരന്തരയായി പോകുന്ന സമയത്തുമല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് എൻ്റെ അന്തരാളങ്ങളിൽ ശിശുര് പ്രാർത്ഥിച്ചതുപോലൊരു പ്രാർത്ഥന എനിക്കുണ്ടാവണം. കർത്താവേ, ഈ അപ്പം എനിക്ക് എപ്പോഴും നൽകണമേ. കാരണം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വചനം ഈശോ പറഞ്ഞു വയ്ക്കും, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യനെ നമ്മൾ എടുത്താൽ ആ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് വിശപ്പാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പല വിധത്തിൽ വിശക്കുന്ന മക്കളെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിശപ്പറിഞ്ഞിട്ട് ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ ഒരു വചനം ചേർത്ത് വെച്ചിരിക്കുക. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. പല വിധത്തിൽ വഴിയില്ലാത്ത മക്കൾ ഒരു പുതിയ വഴി തുറന്നേ പറ്റൂ. ആത്മീയ മേഖലയിലാകാം, ഭൗതിക മേഖലയിലാകാം, വഴി തുറക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ. ചില ജീവിതങ്ങൾ അസത്യത്താൽ കെട്ടപ്പെട്ട് സത്യം കൊണ്ട് സ്വതന്ത്രമാക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നിരാശപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിതം പോലും തകർന്നു പോകുന്ന അവസ്ഥയിൽ സത്യത്തിന് വേണ്ടി വിശക്കുന്ന ചില ജീവിതങ്ങളെ നമ്മൾ കാണും. ചില ജീവിതങ്ങളെ നമ്മൾ കാണും ജീവൻ നഷ്ടപ്പെട്ടു പോയ ചില ജീവിതങ്ങൾ. യോഹന്നാൻ 10:10 ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. എങ്കിൽ ആത്മീയമായും ശാരീരികമായും ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളെ കാണുമ്പോൾ യോഹന്നാൻ 14:6 ഞാൻ വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഈശോ പറഞ്ഞു വെച്ചെങ്കിൽ അന്ന് സെഹിയോൻ ശാലയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ഈശോ കുർബാനയായി കരങ്ങളിലേക്ക് എടുത്തു വെച്ചപ്പോൾ ഈശോ പറഞ്ഞു, മകനെ, നിന്റെ വിശപ്പിൻ്റെ എല്ലാ മേഖലയിലും, നിന്റെ ജീവിതത്തിൽ വഴിയില്ലാത്തപ്പോൾ, നിനക്ക് സങ്കടമുള്ളപ്പോൾ, നിനക്ക് അസത്യത്താൽ നീ വേദനിക്കുമ്പോൾ, നിന്റെ കുറവുകളിൽ ഞാൻ ഇതാ നിന്റെ ഒപ്പം ഇരിക്കാൻ വരികയാണ്. നീ ശിശുരെ പോലെ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ അപ്പം എനിക്ക് എപ്പോഴും തരണമേ. അങ്ങനെ ആര് പ്രാർത്ഥിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ അപ്പമായി ഈശോ കടന്നു വരും. ഈശോ ഒപ്പം ഇരിക്കും. നമ്മൾ പറയും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ വന്ന് ആവസിച്ച അനുഭവം. ക്രിസ്മസിന് പുൽക്കൂടിൽ പിറന്ന ഈശോ അവൻ കുരിശിൽ മരിച്ച് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ കൂടിയിരിക്കാൻ കുർബാന സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി കേട്ട് ധ്യാനിച്ചിട്ടുണ്ട്. വലിയ ദൈവശാസ്ത്രങ്ങൾ പറയുന്നതിനപ്പുറത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ 3 കൊച്ചു കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാന 3 അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ചേർത്ത് വയ്ക്കുകയാണ്. 3 അനുഗ്രഹങ്ങളാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ഒന്നാമത്തെ അനുഗ്രഹമെന്ന് പറയുക കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധമായ ക്ഷമയുടെ അനുഭവം. സ്വർഗം എന്നോട് ക്ഷമിച്ചതിൻ്റെ ഒരനുഭവമാണ് വിശുദ്ധ കുർബാന എനിക്ക് തരിക. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിവിടെ ആരംഭിച്ചതല്ല, മറിച്ച് അന്ന് പറുദീസായിൽ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി ദൈവത്തെ അനുസരിക്കാതെ പുറത്താക്കപ്പെട്ട ആദത്തിൻ്റെയും ഹവ്വായുടെയും മേൽ ഇറങ്ങിയ ആ കരുണയുടെ പൂർത്തീകരണമാണ് പിറ്റേന്ന് കാൽവരിയിൽ നാം കാണുക. പെസഹായാഴ്ച പിറ്റേ ദിവസം കാൽവരിയിൽ നാം കാണുന്നതെങ്കിൽ
പെസഹ വ്യാഴാഴ്ച രാത്രി വൈകുന്നേരം ഈശോ അപ്പമെടുത്ത് മുറിച്ച് വിഭജിച്ചപ്പോൾ അവിടെ അത് പ്രാവർത്തികമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്ഷമയുണ്ടല്ലോ, ഈ ക്ഷമ ഈശോ വീണ്ടും കാണിച്ചു. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം മാത്രം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. 13-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ശിഷ്യരുടെ പാദം കഴുകുന്ന ഒരീശോ. അവിടെ 1-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: എല്ലാം മറന്നാലും ഈ വചനം മറക്കരുത്. വചനം ഇങ്ങനെ എഴുതിയിരിക്കുക: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവൻ സ്നേഹിച്ചു. വചനം എഴുതി വെച്ചിരിക്കുക ഈശോയെക്കുറിച്ച്: ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ആദത്തിനെയും ഹവ്വായെയും കൂടി ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിട്ടാണ് അവൻ തന്നെ വിശുദ്ധ കുർബാനയായി നമുക്ക് നൽകുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റിയായത്. വീണ്ടും നമ്മൾ കാണും, അത്താഴ സമയത്ത് പിശാച് ശിമിയോൻ്റെ പുത്രനായ യൂദാസ്കറിയാത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിപ്പിക്കുകയാണ്. കൂടെയുണ്ട് യൂദാസും മറ്റു ശിഷ്യരുമെല്ലാം. അപ്പോൾ ഈശോ അത്താഴത്തിനിടയിൽ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. കർത്താവ് യൂദാസിനെ മാറ്റി നിർത്തിയില്ല. ക്ഷമിക്കുന്ന സ്നേഹത്തിൽ ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. കർത്താവിൻ്റെ സ്നേഹം യൂദാസിൻ്റെ പാദം കഴുകാൻ മാത്രം താണിറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഞാനും നിങ്ങളും ഇന്ന് സ്ഥാപനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ, ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, കർത്താവേ, അങ്ങ് എന്നോട് കാണിച്ച ക്ഷമ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. വിശുദ്ധ കുർബാന നമ്മൾ അവകാശമായിട്ടും അവകാശമായിട്ടാണ് നമ്മൾ പോയി പങ്കുകൊള്ളുക. പക്ഷേ അവകാശമായിട്ട് പങ്കുകൊള്ളുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ഇത് ശരിക്കും എനിക്ക് അവകാശമായി വരുന്നുണ്ടോ? അവകാശമായി വിശുദ്ധ കുർബാന എനിക്ക് അവകാശമായി എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, സ്വർഗം എനിക്കൊരു അവകാശമായി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് എനിക്കുണ്ടാവണം എൻ്റെ ഹൃദയത്തിൽ അഗാധമായ ക്ഷമയുടെ ഭാവം ഉണ്ടാവണം. ഈശോ വിശുദ്ധ കുർബാനയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈശോ കാണിച്ചെന്ന ഒന്നാമത്തെ പാഠം അതാ, അഗാധമായൊരു ക്ഷമയാണ്. ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദാസിൻ്റെ പാദം കഴുകിയ അടിമയെപ്പോലെയായി മാറിയ കർത്താവ്. നമുക്കതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയാം. അടിമ മാത്രമേ പാദം കഴുകൂ. ഇവിടെ ഗുരു പാദം കഴുകി. എളിമപ്പെട്ട് ക്ഷമയോടെ പാദം കഴുകുന്നൊരു ഈശോ വീണ്ടും നമ്മൾ കാണും. ഈ വിശുദ്ധ കുർബാനയുടെ ഓർമ്മയിൽ ഈശോയുടെ അഗാധമായ ക്ഷമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരസ്പരം പാദങ്ങൾ കഴുകാൻ ഈശോ നമ്മളെ വിളിക്കുന്നില്ലേ? ഇന്ന് രാവിലെ പോലും പള്ളിയിലേക്ക് പോകാൻ നമ്മൾ ഇറങ്ങുമ്പോഴാകും ഒരു കുഞ്ഞു കാലത്തിന് വേണ്ടപ്പെട്ടവർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ 4 തിരിച്ചു പറഞ്ഞ് അവരോട് പരാതിപ്പെട്ട് പരിഭവപ്പെട്ട് നമ്മൾ പോയാൽ ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവം എനിക്ക് അവകാശമായി വരില്ല. ഈ അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അപ്പം ഞാൻ തിരിച്ചറിയണം, എനിക്ക് പെട്ടെന്നൊരു ദേഷ്യം തോന്നിയോ, ഒരു ഇറിറ്റേഷൻ തോന്നിയോ, എനിക്കിവിടെ ഒരു വിശപ്പുണ്ട്. ക്ഷമയില്ലാത്തതിൻ്റെ ഒരു വിശപ്പ്, ക്ഷമിക്കാനുള്ള കൃപ കിട്ടാനുള്ളൊരു വിശപ്പ് എനിക്കുണ്ട്. ഈശോയെ, ഈ ക്ഷമയാകുന്ന അപ്പം എനിക്ക് തരണേ. കാരണം ഈശോ ക്ഷമയാണ്. ഈശോ എല്ലാമാണ്. നിനക്ക് എവിടെയാണോ വിശപ്പുള്ളേ അവിടെയെല്ലാം ഇറങ്ങി വരാൻ ഈശോ തയ്യാറാ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലിരിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, എത്ര വലിയ ധ്യാനങ്ങൾ കേട്ടാലും, എത്ര വലിയ വചനപ്രഘോഷങ്ങൾ കേട്ടാലും, ഒരു വ്യക്തി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമുണ്ടല്ലോ, അതൊരു വേറെയാ. ഈ ലോകത്തൊരിടത്തും കിട്ടില്ല. ഈശോ നിറഞ്ഞ സാന്നിധ്യമായി അൾത്താരയിൽ ബലിപീഠത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത് അനുഭവിക്കണം. ഈ ദിവസം അനുഭവിക്കാൻ പറ്റണം. കർത്താവിനെ, മുറിയപ്പെടുന്ന കർത്താവിനെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാൻ പറ്റണം. ബലിപീഠത്തിൽ അച്ഛൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിക്കുമ്പോൾ എൻ്റെ ഈശോ അവിടെ മുറിയപ്പെട്ടിട്ടുണ്ടെന്നും, ഈ ക്ഷമയില്ലാത്തതിൻ്റെ വിശപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ കുറവിൻ്റെ വിശപ്പ്, കർത്താവെ അതെല്ലാം ശമിപ്പിക്കാൻ ഈ അപ്പമായി എന്നിലേക്ക് വരണമേ. ഈ അപ്പം എനിക്ക് വേണം ഈശോയെ, ഈ അപ്പം എനിക്ക് വേണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. അപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. രണ്ടാമത്തെ വലിയൊരു കാര്യം, ഈശോയുടെ ഏറ്റവും വലിയ സാക്രിഫൈസാണ്, ത്യാഗമാണ് ഇവിടെ കാണുക. ഈശോയ്ക്ക് എത്രമാത്രം സ്നേഹമായിരുന്നു നമ്മോട്. നാളെ ഇതേ സമയത്ത് ഗാഗുൽത്തായിൽ താൻ ബലിയർപ്പിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവരുടെ മുമ്പിൽ നിന്ന് തന്നെ അങ്ങ് കൊടുക്കുക ഈശോ.
വിട്ടു തന്ന ഒരു ഈശോയുണ്ട് നമുക്ക്. അത് മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ടോ ഭാഷകൾ കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റില്ല. സ്വർഗം കനിഞ്ഞൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ആ ത്യാഗത്തിൻ്റെ ആഴം മനസ്സിലാകും. വിശുദ്ധരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ, പീഡാനുഭവ നാളുകളിൽ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ ജീവിതത്തിൽ അനുഭവിച്ചേറ്റ പീഡകളും വേദനകളും നൊമ്പരങ്ങളും ത്യാഗങ്ങളും എണ്ണി എണ്ണി ഈശോ ചില വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ത്യാഗത്തിൻ്റെ ആഴം അറിയാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ കുർബാനയിൽ അങ്ങ് അനുഭവിച്ച ആ ത്യാഗം, ആ ബലിയർപ്പണത്തിൽ അങ്ങ് അനുഭവിച്ച ത്യാഗം എന്നെ പഠിപ്പിക്കുക ഈശോയെ. ബലിയായി തീരാൻ ഒരു കൃപ താ കർത്താവേ. ബലിയർപ്പിക്കാൻ ഒരു കൃപ എനിക്ക് താ. എൻ്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്തതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളെ ഉൾക്കൊള്ളാനും, എൻ്റെ സ്വയം, എൻ്റെ അഹം ഒന്ന് ഡിനേ ചെയ്ത് ഒന്ന് ബലിയർപ്പിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ നീയാകുന്ന അപ്പം സ്വീകരിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണും. വിശുദ്ധ കുർബാന തരുന്ന മൂന്നാമത്തെ വലിയൊരു കൃപ അത് ഐക്യമാണ്. വലിയൊരു യൂണിയനാണ്. അതെങ്ങോട്ടെന്ന് ചോദിച്ചാൽ പരിശുദ്ധത്വത്തിൻ്റെ വലിയ കൂട്ടായ്മയിലേക്ക് സ്വർഗം എന്നെ ക്ഷണിക്കാൻ ഇറങ്ങി വന്ന അത്ഭുത മണിക്കൂറാണത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ വലിയ വശങ്ങളും ദൈവശാസ്ത്രങ്ങളും നമ്മൾ കേട്ടുവെക്കുമ്പോൾ, ഞാനും നിങ്ങളും അവൻ്റെ മുമ്പിൽ പോയി കൈകൾ കുട്ടിപ്പിടിച്ചാൽ താലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ എൻ്റെ ഈശോ ഇവിടെ താണിറങ്ങിയിട്ടുണ്ടെന്നും, കർത്താവെ, ഐക്യമില്ലാത്ത എൻ്റെ ഹൃദയത്തെ ഐക്യപ്പെടുത്താൻ, ചില ചിതറിക്കപ്പെട്ട ജീവിതങ്ങളും മാറ്റിവയ്ക്കപ്പെട്ട ജീവിതങ്ങളെയും എൻ്റെ കുടുംബത്തിന് അകന്നു നിൽക്കുന്നവരെ ഒന്നിപ്പിച്ചു കൊണ്ടുവരാൻ കർത്താവെ കുർബാനയിലെ ഐക്യം എനിക്ക് തരണം. ഇന്നെനിക്ക് ഐക്യമില്ല. എൻ്റെ ഹൃദയത്തിൽ വിദ്വേഷമുണ്ട് കർത്താവെ. എനിക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഐക്യത്തിന് വേണ്ടി ഇന്ന് ഞാൻ വിശക്കുന്നത്, സമാധാനത്തിന് വേണ്ടി ഇന്ന് ഞാൻ വിശക്കുക. എൻ്റെ കുടുംബത്തിൽ ഭർത്താവിന് ഭാര്യ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എത്രയോ ജീവിതങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഫ്രണ്ടായിട്ട് ഭാര്യയെ കാണുന്ന ജീവിതങ്ങളും ഫ്രണ്ടായിട്ട് ഭർത്താവിനെ കാണുന്ന ജീവിതങ്ങളുമൊക്കെ ഒത്തിരി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ 2019 പെസഹ വ്യാഴം എനിക്കും നിങ്ങൾക്കും ഐക്യത്തിൻ്റെ ഒരു വേദിയായി മാറണം. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇറങ്ങി വന്ന് തൃത്വകൂട്ടായ്മയിലേക്ക് എന്നെ ചേർക്കാനാണെങ്കിൽ ഈ കുർബാനയിൽ ഞാൻ കണ്ണു നട്ടുപോയി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഈശോയെ, നീ മനുഷ്യ മക്കളെ സ്നേഹത്തിലേക്ക് ബലിയർപ്പിക്കുക, സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ബലിയായി മാറിയതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ബലിയായി മാറാൻ കർത്താവെ ഐക്യത്തിൻ്റെ ഒരു കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നീ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യങ്ങൾ കുർബാനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, വഴിയായി മാറിയ ഒരീശോ, സത്യമായി മാറിയ ഒരീശോ, ജീവനായി മാറിയ ഒരീശോ, ആ ഈശോ ഇന്നും കുർബാനയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാലങ്ങളോളം ഇത്രയും നാളും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാനത് കണ്ടിട്ടുണ്ട്. വഴിയില്ലാത്ത മക്കൾക്ക് വഴി തുറന്ന കർത്താവ്, ആത്മീയ ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ പർദീസായിലേക്ക് വഴി തുറന്നൊരു കർത്താവിനെ നമ്മൾ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ ഭൗതിക മേഖലകളിൽ വഴി തുറക്കപ്പെടാത്ത ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ട്. കാരണം എൻ്റെ സാമ്പത്തിക മേഖല ചിലപ്പോൾ വഴി തുറന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നിട്ടുണ്ടാവില്ല. എല്ലാ വഴികളും അടയപ്പെട്ട മക്കളുണ്ടോ? ഭയപ്പെടേണ്ട കാര്യമില്ല. വഴിയായി, സത്യമായി, ജീവനായി മാറിയ ഈശോ ആൾത്താരിൽ ഇറങ്ങി വരുമ്പോൾ നീ അവിടെ പോയി ചങ്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ അവനൊരു വഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കും. കണ്ടിട്ടുണ്ട് ഒരുപാട് ജീവിതങ്ങളെ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത ജീവിതങ്ങൾ വിശുദ്ധ കുർബാനയിൽ പോയി ചങ്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ വഴിയുമായി പുതിയ ജീവിതങ്ങൾ കടന്നു വരുന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അന്നും ഇന്നും നമ്മുടെ വഴികളല്ലല്ലോ കർത്താവിൻ്റെ വഴികൾ. അതുകൊണ്ട് അവൻ്റെ വഴികൾ എവിടെയെന്നറിയാൻ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ഓർക്കും, ഒരു കുഞ്ഞിനെ പഠിക്കാൻ പുറത്തേക്ക് വിടണമെങ്കിൽ, ഇന്ത്യക്ക് വെളിയിലേക്കൊക്കെ പോയി പഠിക്കണമെങ്കിൽ സാധാരണ കുടുംബത്തിന് ഒത്തിരി ഡിപ്പോസിറ്റുകളൊന്നും ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് എന്ത് ചിന്തിക്കും? അവർ ചിന്തിക്കുമോ, ലോൺ എടുത്തിട്ട് പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റ് കാണിച്ച് കൊച്ചിനെ പഠിപ്പിക്കാൻ വിടാം. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ബുദ്ധിയുടെ വഴികളാണ്. പക്ഷേ ആ ഒരു ചിന്ത എടുക്കുന്നതിന് മുമ്പ്, ഈ ലോൺ ഞാൻ എടുത്താൽ കുഞ്ഞിന് ജോലി കിട്ടുമോ, ലോൺ അടയ്ക്കാൻ പറ്റുമോ? നീ ഒറ്റ കാര്യം ചെയ്യണം. ഈശോ പറഞ്ഞില്ലേ,
ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. നിനക്ക് വഴി തുറക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ നീ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നിട്ട് ഈ കാര്യം പറഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചേ. ഒരു പക്ഷേ തിരിച്ചു വരുമ്പോൾ അതുവരെ പ്രതീക്ഷിക്കുന്ന സഹായകസ്തുവുമായി ആരെങ്കിലും നിൻ്റെ മുമ്പിൽ വരും. നീ അറിയാത്ത വഴികളുണ്ട് ദൈവത്തിന്. എൻ്റെ ചിന്തകൾ പോലെയല്ല നിങ്ങളുടെ ചിന്തകൾ, എൻ്റെ വഴികൾ പോലെയല്ല നിങ്ങളുടെ വഴികൾ എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വഴി എൻ്റെ ചിന്തകൾക്കും എൻ്റെ വഴികൾക്കും അപ്പുറത്താണ്, ഉപരിയാണ്. അത് കണ്ടെത്തി മനസ്സിലാക്കണം. വഴിയായി സത്യമായി ജീവനായി വരുന്ന ഈശോ. ആരൊക്കെ നിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി ഒറ്റപ്പെടുത്തി സത്യമില്ലാത്ത അവസ്ഥയിൽ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? കർത്താവ് സത്യമാണ്. അവൻ ജീവിക്കുന്നവനാ, ഇന്നും എന്നും ജീവിക്കുന്നവനാ. വിശുദ്ധ പത്രോസ്ലീഹായെ പോലെ യോഹന്നാൻ 6:68 പറയണം, കർത്താവേ, ഞാൻ ആരുടെ അടുക്കലേക്ക് പോകും? എനിക്ക് പോകാനൊരു വഴിയില്ല, ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ അസത്യത്താൽ കുരുക്കപ്പെട്ട എൻ്റെ അവസ്ഥയിൽ ഒരുപക്ഷെ ഒരു വ്യക്തി നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുവാണോ? നീ എന്ത് ചെയ്യണമെന്നറിയോ? പോയി നിൽക്കണം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ. ആ സത്യത്തെ സത്യമാക്കി അസത്യത്തെ മാറ്റിയിട്ട് സത്യമായ ജീവിതത്തിലേക്ക് അവതരിക്കാൻ കർത്താവ് ഇറങ്ങി വരും. എത്ര വലിയ കോടതിക്ക് മുമ്പിലും നിനക്ക് വേണ്ടി വാദിക്കാൻ ഈശോ വരും. സത്യമായി നിൻ്റെ കൂടി അവൻ നിൽക്കും. നീ വിശ്വസിക്കണം, വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമാണെന്ന്. വിശുദ്ധ കുർബാനയിൽ ഈശോ നിനക്ക് വഴി തുറക്കുമെന്ന് നീ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, ഈശോ ജീവനാണ്. ഈ ജീവനാണ് ഈശോ. എൻ്റെ തകർന്നു പോയ ആത്മീയ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ ഞാൻ അവനെ ഒന്ന് സ്വീകരിക്കുമ്പോൾ, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ജീവനായി വരും. ആത്മീയതയുടെ മേഖലയിലേക്ക് ഈശോ എന്നെ പടുത്തുയർത്തും. ഒപ്പം ഒരു കാര്യം കൂടെ നടക്കും. എൻ്റെ ജീവൻ എവിടെ അപകടത്തിലാകുന്നോ അവിടെ അവൻ ഇറങ്ങി വരും. കാരണം വചനമായ ഈശോ, മാംസം ധരിക്കപ്പെട്ട ഈശോ, അവൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകും വഴിയിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാനും ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും എൻ്റെ നാവിൽ ഭക്ഷണമായി വരാനും അവൻ അപ്പമായി തീർന്നെങ്കിൽ ആ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയ ദിവ്യകാരുണ്യ ഔഷധമായ അപ്പമാണ്. അപ്പോൾ ആ ഈശോയുടെ അപ്പം ഞാനും നിങ്ങളും സ്വീകരിക്കാൻ ഈശോ എവിടെയാണോ എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയത്, കർത്താവ് എനിക്ക് ജീവൻ തരണം. രോഗമുള്ള മക്കളൊക്കെ ഈ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കും. എത്രയോ ജീവിതങ്ങളെ തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങൾ വെന്റിലേറ്ററുകളിലും ICUയിലും അയക്കുന്ന മക്കൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ജീവൻ പ്രാപിച്ചു വരുന്നത് കണ്ണുകൾ കൊണ്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ കുർബാനയായി ഇറങ്ങി വന്ന് നിനക്ക് ജീവൻ തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും പിരിയാതെ ദാഹത്തോടെ എല്ലാ ദിവസവും ഓടിപ്പോകണം വിശുദ്ധ കുർബാനയിലേക്ക്. ഓരോ വ്യാഴാഴ്ചകളും നിനക്ക് പെസഹ വ്യാഴാഴ്ചയുടെ ഓർമ്മകൾ തരണം. കാൽവരിയിൽ മുറിയപ്പെട്ട യേശുവിനെ കുർബാന മധ്യേ കാണാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈശോയോട് ചോദിക്കണം, കൃപ തരണമേ എന്ന്. കർത്താവേ, എനിക്ക് ഐക്യം തരണേ കർത്താവേ, ഒത്തിരി വിശപ്പാ. പോയി നിൽക്കണം കുർബാനയുടെ മുമ്പിൽ വിശപ്പുമായി. എവിടെയാണോ വിശപ്പുള്ളത് ആ വിശപ്പ് ശമിപ്പിക്കാൻ ഒരപ്പമേ ഈ ഭൂമിയിലുള്ളൂ. അത് വിശുദ്ധ കുർബാനയാകുന്ന അപ്പമാണ്. ഒറ്റക്കാര്യം വചനം ചേർത്ത് വെച്ചിട്ടുണ്ട്. 10 കന്യകമാരുടെ ഉപമയിൽ ഒരു കാര്യം പറഞ്ഞു വെക്കും. 5 പേര് വിളക്കിൽ എണ്ണയുമായി വന്നു. 5 പേർക്ക് വിളക്കിൽ എണ്ണയില്ല. അപ്പോൾ മണവാളൻ വരാൻ വൈകി അവർ കിടന്നുറങ്ങി. പെട്ടെന്ന് ഒച്ച കേട്ടു, മണവാളൻ വരുന്നു, ചാടി എഴുന്നേൽക്ക്. എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചപ്പോൾ 5 പേരുടെ വിളക്കിൽ എണ്ണയില്ല. 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ട്. അപ്പോൾ എണ്ണയില്ലാത്തവർ അവരോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരൂ. അപ്പോൾ അവർ പറഞ്ഞൊരു വചനമുണ്ട്, മത്തായി 25:9, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരുമെന്നതിനാൽ നിങ്ങൾ പോയി വിൽപ്പനക്കാരൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുവിൻ. പ്രിയപ്പെട്ടവരെ, വചനം ശ്രദ്ധിക്കണം. വിൽപ്പനക്കാരൻ, എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം തരാൻ സ്വർഗം പറഞ്ഞു വിട്ടിരിക്കുന്ന വിൽപ്പനക്കാരനാ വിശുദ്ധ കുർബാനയാകുന്ന ഈശോ. എവിടെയാണോ നിനക്കില്ലായ്മ അത് തരാൻ വിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ സ്വർഗം പറഞ്ഞു വിട്ടിരിക്കുന്ന വിൽപ്പനക്കാരനാ. കടയിൽ പോകുമ്പോൾ കാശ് വേണം കയ്യിൽ, എന്നാൽ ഈ കടയിൽ പോകുമ്പോൾ കാശല്ല വേണ്ടത്. ഇവിടെ പോകുമ്പോൾ വേണം ചങ്ക് നിറയെ സ്നേഹമെന്ന നാണയം. ചങ്ക് നിറയെ സ്നേഹമെന്ന നാണയം ചേർത്ത് വെച്ചിട്ട് ഈശോയെ, ഈ കുറവുണ്ട്, ഈ വിശപ്പുണ്ട്, ഇഷ്ടമുള്ളതെടുത്തോളാൻ ഈശോ പറയും വിശുദ്ധ കുർബാനയാകുന്ന ഈശോ. ആ ഈശോ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അതിനോട് കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി അപ്പമായ ദിനത്തിൻ്റെ ഓർമ്മ ഞാൻ ആചരിക്കുമ്പോൾ ഈശോ, ഓരോ കുർബാനയിലും എനിക്ക് വേണ്ടി മുറിയപ്പെട്ട നിന്നെ കണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ വിശപ്പുകളിൽ ഈ അപ്പം എനിക്ക് എപ്പോഴും വേണമേ എന്ന് ആഴത്തിൽ പ്രാർത്ഥിച്ച് നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ട് അനുഭവിക്കാൻ എന്നെ പഠിപ്പിക്കണേ ഈശോയെ. നിൻ്റെ വലിയ പാപക്ഷമ അനുഭവിച്ച് നിൻ്റെ വലിയ ബലിയുടെ ത്യാഗം തിരിച്ചറിഞ്ഞ് ഐക്യത്തോടെ നിൻ്റെ മുമ്പിൽ വരാനും നീയാകുന്ന അപ്പം ഉൾക്കൊള്ളാനും എനിക്ക് ശക്തി തരണേ ഈശോയെ. എൻ്റെ വിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമാകുന്ന ഈശോയെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ഈശോയെ, മുഴു ഹൃദയത്തോടെ മുഴു സ്നേഹത്തോടെ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിന്നെ ആരാധിക്കാൻ എല്ലാ ജീവിതങ്ങളെയും എൻ്റെ ദിവ്യകാരുണ്യനാഥ ഈ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.